ശ്രീ രാഹുൽ ഈശ്വർ, ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട പരിശോധന വേണമെന്ന ഹൈക്കോടതിയിൽ ഹർജി എത്തിയപ്പോൾ പ്രതിഭാഗം അതിനെ എതിർക്കുന്നുണ്ട്. അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ കോടതി ചില സമയങ്ങളിലടക്കം, സ്വാഭാവികമല്ലാത്ത ചില സമയങ്ങളിലടക്കം ഇത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ബോധ്യത്തിലാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും 1 മാസത്തിനുള്ളിൽ ആ അന്വേഷണ റിപ്പോർട്ട് നൽകുകയും വേണം എന്ന് പറയുന്നത്. ഇതേ ഹർജിയുടെ ഉപഹർജി എന്ന് പറയുന്നത് 8ാം പ്രതിയായ നടൻ ദിലീപിനും അഭിഭാഷകർക്കും അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദ് തന്റെ ലാപ്ടോപ്പിൽ ഈ ദൃശ്യങ്ങൾ കാണിച്ചു നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഒരു സാധാരണ കേസല്ല. അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞതുപോലെ സമൂഹമാകെ കണ്ണും കാതും തുറന്നു വെച്ച് വീക്ഷിക്കുന്ന ഈ കേസിൽ കണ്ണിനു മുന്നിൽ വെച്ച് നീതിയുടെ എല്ലാ വെളിച്ചവും കിട്ടുന്ന ഇടത്ത് വെച്ച് നഗ്നമായ നിയമലംഘനവും ക്രൈമും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണമെങ്കിൽ എന്താണ് അതിന് മറുപടി? 2-3 കാര്യങ്ങൾ. ഒന്ന്, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. മാധു ഈ വിഷയം വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ. ഏതെങ്കിലും ഒരു അവസരത്തിൽ, എനിക്കറിയില്ല, ഇനി ഉണ്ടെങ്കിൽ പറയാം, FSL റിപ്പോർട്ടിലടക്കം ഈ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറി എന്നൊരു വാർത്തയെങ്കിലും വന്നിട്ടുണ്ടോ? ഫയലുകളുടെ അല്ല മാറിയത്, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയത്. അപ്പോൾ ഒരു തരത്തിലും ഫയലിൽ ടാമ്പറിങ്ങോ മറ്റു കാര്യങ്ങളോ നടന്നു എന്ന് FSL റിപ്പോർട്ടിൽ അടക്കമില്ല. നമ്മൾ വസ്തുതയായി കാണാം. 2, മെയിൻ കേസ് ഈ ഫയലുകൾ അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞാനിവിടെ ഫയൽ എന്ന് പറഞ്ഞിട്ട് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞത്. ഈ കാര്യം നമ്മൾ വിശദമായി തർക്കിച്ചിട്ടുമുണ്ട് ആ വിഷയം വെച്ച്, ശ്രീ രാഹുൽ ഈശ്വർ. പക്ഷേ എന്തായാലും ഒരു കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ ഫയലുകളുടെ, നമ്മുടെ അഭിനേത്രി, നമ്മുടെ എല്ലാം അഭിമാനമായി മാറിയ നമ്മുടെ ഇരയോ അതിജീവിതയോ അവർ നമുക്കെല്ലാം ഇഷ്ടമുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വകാര്യതയെ മാനിക്കുന്ന ആ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. പൊതുജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 2, ഇന്ന് ഹിന്ദു അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ലീന റഷീദ്, മഹേഷ് മോഹൻ, ശിരസ്ദാറായിരുന്ന താജുദ്ദീൻ, ഇവർ 3 പേരുമാണിത് ആക്സസ് ചെയ്തതെന്ന്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ടാമ്പറിങ്ങോ ലീക്കോ തുടങ്ങിയ കാര്യങ്ങൾക്ക് യാതൊരു സ്കോപ്പും ഇല്ല എന്നും കൂടെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. 3, ശ്രീ ദിലീപിന് ഇതുമായിട്ട് യാതൊരു ബെയറിങ്ങോ അല്ലെങ്കിൽ ശ്രീ ദിലീപിനെ 8ാം പ്രതിയായി എടുത്തിരിക്കുന്ന കള്ളക്കേസെന്ന് ഞാൻ അടക്കം വാദം മുമ്പോട്ട് വെക്കുന്ന കേസിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 4-5 മാസങ്ങൾക്കുള്ളിൽ ആ കേസ് തീരാൻ പോവുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും രീതിയിൽ കോടതിയിൽ ഒരു കോടതിയുടെ പ്രക്രിയകളോ പ്രൊസീജിയറോ ഒക്കെ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണെങ്കിൽ അതെല്ലാം ബെറ്റർ ആക്കാനുള്ള അവസരം ആയിക്കോട്ടെ. പക്ഷേ പ്രധാന കേസിനും ഈ കേസിനും യാതൊരു ബെയറിംഗും ഇല്ല. അത് മിനി മാഡം അടക്കമുള്ളവർ പലരും പല ചാനൽ ചർച്ചകളിലും ഞാൻ കൂടി ഇരിക്കുമ്പോൾ പറഞ്ഞതാ. 2, ശ്രീ ദിലീപിന് ഇതുമായിട്ട് യാതൊരു ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഇത് പുകമറയായി ഉപയോഗിച്ച് ജുഡീഷ്യറിയെ കരിവാരിത്തേക്കാനും സംശയത്തിന്റെ നിലയിൽ നിർത്താനും വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഈ റിപ്പോർട്ട് തന്നെ വേണമെങ്കിൽ ഏജൻസീസിന്റെ സഹായം എടുക്കാന്ന് പറഞ്ഞേ ഉള്ളൂ, എടുക്കണം എന്ന് പറയുന്നില്ല. അപ്പോൾ കോടതിയുടെ ഉള്ളിലുള്ള കാര്യമായതുകൊണ്ടും കോടതിയിലെ ജഡ്ജിമാരാണ് ഇതിൽ 2 പേരുള്ളതുകൊണ്ടും ഒരാൾ കോർട്ടിന്റെ ഓഫീസറായ താജുനി അല്ലെങ്കിൽ കോർട്ടിന്റെ ശിരസ്ദാറായ താജുദ്ദീൻ ആയതുകൊണ്ടുമാണ് ഒരു പക്ഷേ ജസ്റ്റിസ് ഹണി അല്ലെങ്കിൽ ജഡ്ജിയായ ഹണിയം വർഗീസ് ചെയ്തു. അപ്പോൾ ഇതിന് മെയ് 20 അടുത്ത കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ നടപടി ഉണ്ടാവുന്നെങ്കിൽ നടപടി ഉണ്ടായിക്കോട്ടെ. ഹൈക്കോടതിയിലേക്ക് ഹർജിയിൽ പോകുന്ന സമയത്ത് പ്രതിഭാഗം എതിർത്തത് എന്തിനാണ്? ഞാൻ ചോദിക്കുന്നത്, സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു അക്രമം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നൊരു ബോധ്യം ഉണ്ടാവില്ലേ? എന്തായാലും വാദിക്കാൻ നിൽക്കുന്നവരൊക്കെ നമ്മുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ എടുത്തവരൊക്കെ ആണല്ലോ. അപ്പോൾ അവർക്ക് ഒരു ബോധ്യം ഉണ്ടാകില്ലേ? പിന്നെ എന്തിനാണ് ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട ഹർജിയെ എതിർത്തത്? ഹാഷ് വാല്യൂ ഒന്നുകൂടെ കൃത്യമായി, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ, ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. 2, നമ്മൾ ഈ കേസിന്റെ നാൾ വഴികൾ വെറുതെ ഒന്ന് നോക്കൂ. 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് എടുത്തില്ലേ? അല്ലെങ്കിൽ ഒരു കേസ് എടുത്തില്ലേ? ആ കേസിന്റെ ഗതി എന്തായി? കാവ്യ മാധവനാണ് മാഡം എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തില്ലേ? എന്തായി? കാവ്യയുടെ അമ്മയ്ക്ക് ഇതിൽ റോൾ ഉണ്ടെന്ന് പറഞ്ഞു. 50 ലക്ഷം രൂപ ഒരു രാഷ്ട്രീയക്കാരന് കൊടുത്തു എന്ന ആരോപണം ഉണ്ടായി. അതെന്തായി? ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെ പോയി? അപ്പോൾ ഒരുപാട് വ്യാജ ആരോപണങ്ങളും കള്ളങ്ങളുടെ പെരുമഴകളും വന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതായത് കാവ്യ മാധവന്റെ ചിത്രം വെച്ച് മാഡം കാവ്യോ എന്ന് പറഞ്ഞു വരെ നമ്മുടെ മുഖ്യധാരാ ചാനലിൽ ചർച്ച ചെയ്തു. ഇനി കാവ്യയുടെ അമ്മയാണോ എന്ന് വരെ ചർച്ച ചെയ്തു. അപ്പൊ എന്തൊക്കെ കള്ളങ്ങളും അല്ല, അപ്പോഴൊക്കെ ഒരു പക്ഷേ ഈ പറയുന്ന ചർച്ചകളൊക്കെ നടക്കുമ്പോഴും അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. സ്വാഭാവികമായും ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിന്മേലാണ് ചർച്ച വരുന്നത്. ഈ കേസിൽ എത്രയെത്ര ആരോപണങ്ങൾ, എത്രയെത്ര വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം പരമമായ സത്യമാണ്, ഇതെല്ലാം ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല ചർച്ചകൾ നടക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം നടക്കുമ്പോൾ
സമൂഹം കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്ന ഒരു സംഭവത്തിൽ ഒരു വെളിപ്പെടുത്തലോ ആരോപണമോ ഉണ്ടാകുമ്പോൾ അതിന്റെ 4 വശവും ജനം ചർച്ച ചെയ്യും. സ്വാഭാവികമാണ്. ഒരു സംശയമില്ല, ചർച്ച ചെയ്യണം. പക്ഷേ ആ ജനത്തോടും മാധ്യമങ്ങളോടും ഇപ്പോഴും ഓർമ്മിക്കാൻ ഒരു കാര്യം കള്ളക്കഥകളും മാത്രമാണ്. കേസുകളും എന്നൊക്കെ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് മാധുവിനോട് യോജിക്കുകയാണ്. മാധു പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. പക്ഷേ ആ ചർച്ച സാധാരണ ജനങ്ങളെ ഒന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ഗോൽചന്ദ്, NIA, ദാവൂദ് ഇബ്രാഹിം, 50 ലക്ഷം കാവ്യയുടെ അമ്മ, 4 പോലീസുകാർ, തെലുങ്ക് സിനിമാ രാഹുൽ ഈശ്വർ എന്തിനാണ് മൂന്നാമത്തെ തവണയാണ് മാധു എന്തിനാണ് അതിൽ അസഹിഷ്ണുത കാണിക്കുന്നത്? ഇതെല്ലാം കള്ളങ്ങളാണെന്നോ അല്ലെങ്കിൽ സത്യങ്ങളല്ലെന്നോ ഇന്ന് തെളിഞ്ഞല്ലോ. കുറ്റമുണ്ടെന്നല്ല. ഒന്നും തെളിഞ്ഞിട്ടില്ല. മെമ്മറി കാർഡിന്റെ ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി പോയത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടാണ് ഹർജി പോയത്. അത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അതിൽ എന്താണ് തെളിഞ്ഞത്? എന്താ തെളിഞ്ഞത്? മാധു ഒരു സെക്കൻഡ്. മാധുവിനോട് ഞാൻ പറഞ്ഞ പോയിന്റ് വേറെയാണ്. ഞാൻ കേസിന്റെ നാൾ വഴികളിലെ വ്യാജ നാൾവഴിയൊക്കെ ആവശ്യത്തിന് പറഞ്ഞിട്ടാണ് ശ്രീ രാഹുൽ ഈശ്വർ അങ്ങ് ജോയിൻ ചെയ്യുന്നതിനും ഈ ചർച്ച തുടങ്ങിയത്. നാൾവഴിയൊക്കെ ആവശ്യത്തിന് പറഞ്ഞിട്ടാണ്. 5ാമത്തെ മാധുവിന്റെ ചർച്ച ആയതുകൊണ്ട് ഞാൻ ഒരു വരി പറഞ്ഞോട്ടെ. മാധുവിന്റെ ചർച്ച ആയതുകൊണ്ട് ഞാൻ ഫോണിൽ മറ്റൊരു ചാനലിലായിരുന്നുകൊണ്ട് ഫോണിൽ കൃത്യമായി മാധു എന്താണ് പറയുന്നത് കൃത്യമായി കേട്ടു. എനിക്ക് അതിനൊന്നും തർക്കമില്ല. ഞാൻ പറഞ്ഞത് ഒരുപാട് ഇതേപോലെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ ഈ ഹർജിയിൽ ആരോപണമില്ല. ശ്രീ രാഹുൽ ഈശ്വർ ഇതിൽ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്നൊരു ഹർജി വരുന്നു. ആ ഹർജി പരിശോധിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അപ്പോൾ പ്രതിഭാഗം പറയാണ് പറ്റില്ല. അദ്ദേഹത്തിന്റെ മാധു അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് പറയരുത്. അതായത് മാധു എന്തിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയത്? ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയോ എന്ന് ഞാൻ പറഞ്ഞോ രാഹുലെ? ഇല്ല, അവിടെയാണ് സാധാരണ ജനങ്ങളെ അങ്ങനെ കേൾപ്പിക്കരുത്. ഹാഷ് വാല്യൂ എവിടെ പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്? എവിടെ പറഞ്ഞാലാണ് സാധാരണ ജനങ്ങൾ കേൾക്കുന്നത്? രാഹുലെ കണ്ണടച്ചിരിട്ടാക്കരുത്. ഹർജി ഹൈക്കോടതി അംഗീകരിച്ചോ? എനിക്ക് ചോദിക്കാനുള്ളത് ഇല്ല. പ്രതിഭാഗത്തിനെതിരെ ഉപഹർജിയിൽ ആരോപണമുണ്ടെന്നുള്ളത് ശരിയാണ്. ഹർജി ഹൈക്കോടതി ഈ പെൺകുട്ടിയുടെ മോഡസ്റ്റി, ആ പെൺകുട്ടിയുടെ അഭിമാനം, ആ പെൺകുട്ടിയുടെ അവകാശം, നീതിക്കുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും അതിൽ അന്വേഷണം പറയുകയും ചെയ്തു. അതിൽ പ്രതിഭാഗത്തിനെതിരെ ആരോപണമില്ല. പക്ഷെ പ്രതിഭാഗം അതിനെ നിഷേധിച്ചു. അന്വേഷണം പാടില്ലെന്ന് പറഞ്ഞു. 7ാമത്തെ തവണ ശ്രീ രാഹുൽ ഈശ്വർ എന്തിനെതിർത്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങേക്ക് വെക്കുന്നു. അവിടെയാണ് ആ ചോദ്യം. കാരണം ഇതുപോലെ ഒരുപാട് വ്യാജ ആരോപണങ്ങൾ ഇതിന്റെ മുമ്പിൽ വന്ന് കേസ് ഡൈവേർട്ട് ചെയ്യാനും തെറ്റിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇന്നലെ അല്ലല്ലോ എത്ര ആരോപണങ്ങളാണ് ഇതിനെ കുറിച്ച് വന്നത്. എത്രയോ ആരോപണങ്ങൾ ഇതിനു മുമ്പ് വന്നു. എത്രയോ കോടതികളിൽ പോയി. എത്രയോ പഠിപ്പിക്കേണ്ടി അവസരം തരിക. എന്റെ അഭിപ്രായം പറയാനും കൂടെ അവസരം. ഒരു വരി മാത്രമേ പറയൂ. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, മേക്കിംഗ് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യത്തെ പിടിച്ചു തൂങ്ങി ഇനിയും കോടതിയുടെ വിശ്വാസ്യത മോശമാണെന്നും ചീത്തയാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചിലർ അത് വലിയ മൂർച്ചയുള്ള ഒരു ആയുധമാണ്.